പോഷക ഗുണങ്ങളുള്ള ഒരു ധാന്യമാണ് ചോളം. താരതമ്യേന കേരളത്തിൽ ചോളം കൃഷിയില്ല. എന്താണ് ചോളം കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനലിൽ വരുന്ന വീഡിയോസുകൾ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ ചാനലിലൂടെ വരുന്ന അറിവുകൾ മറ്റുള്ളവർക്കും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യണം എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിഷയത്തിലേക്ക്. സ്വീറ്റ് കോൺ അല്ലെങ്കിൽ മധുരച്ചോളം, ഇതിൻ്റെ പ്രധാന പോഷക ഗുണങ്ങളിലൊന്നാണ് ഉയർന്ന അളവിലുള്ള ഫൈബർ അഥവാ ഭക്ഷ്യനാരുകൾ. ഡയറ്ററി ഫൈബർ നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് ദഹനം, ഹൃദയാരോഗ്യം, ടൈപ്പ് 2 പ്രമേഹം, കുടൽ ക്യാൻസർ കുറയ്ക്കാൻ സഹായിക്കുകയും കൂടുതൽ സമയം വിശപ്പ് അനുഭവപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. ഉയർന്ന അളവിൽ പഞ്ചസാരയുടെ അംശം ഉള്ളതാണ് സ്വീറ്റ് കോൺ. ഇതിനെ പോൾകോൺ എന്നും വിളിക്കാറുണ്ട്. ചോളം പൂർണ്ണമായ മൂപ്പെത്തുന്നതിന് മുമ്പ് പാൽ പാകത്തിൽ വിളവെടുക്കുന്നതാണ് സ്വീറ്റ് കോൺ. പൂർണ്ണമായ മൂപ്പെത്തിയ ചോളമാണ് പോപ്കോൺ. അതുപോലെ ചോളത്തിൻ്റെ മഞ്ഞ നിറത്തിലുള്ള പൊടി നമുക്ക് ലഭിക്കുന്ന പുട്ട്, ഉപ്പുമാവ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചോളം. കേരളമല്ലാത്ത ഇതര സംസ്ഥാനങ്ങളിൽ, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ചോളം ധാരാളമായി കൃഷി ചെയ്തു വരുന്നു. മലയാളികളായ നമുക്ക് ചോളം ഉപയോഗിക്കാൻ തന്നെ അറിയില്ല എന്നതാണ് ചുരുക്കം. പൂർണ്ണമായി മൂപ്പത്തി ഉണങ്ങിയ ചോളം പോപ്കോൺ അല്ലെങ്കിൽ ഉപ്പുമാവ് പോലെയുള്ള മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് പുറമെ നാൽക്കാലികൾ, പക്ഷികൾ തുടങ്ങിയവയ്ക്കുള്ള ആഹാരമായും അത് രൂപപ്പെടുത്തിയെടുക്കുന്നു. സ്വീറ്റ് കോണിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൽ വിറ്റാമിൻ എ പ്രേരിപ്പിക്കുകയും ആരോഗ്യകരവും യുവത്വവുമുള്ള ചർമ്മത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ഉണ്ടാകുന്ന കേടുപാടുകൾ തടയാൻ ആൻറ്റി ഓക്സിഡൻറ്റുകളും ബീറ്റ കരോട്ടിനും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങൾ പ്രായമാകൽ പ്രക്രിയ അകറ്റി യുവത്വത്തിൻ്റെ പ്രസരിപ്പും തിളക്കവും നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. ഒരു ഇടത്തരം സ്വീറ്റ് കോണിൽ 5 ഗ്രാം സ്വാഭാവിക പഞ്ചസാര മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു വാഴപ്പഴത്തിൽ ഉള്ളതിൻ്റെ 1/3, ആപ്പിളിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ 1/5. ചോളം നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാവുന്ന ഒന്നാണ്. ഇതിൽ വിറ്റാമിൻ സി, എ, ഡയറ്ററി ഫൈബർ തുടങ്ങിയ അവശ്യ പോഷകങ്ങളുടെ ഉറവിടവുമാണ്. ചോളം, ഇതിലെ നാരുകൾ നിങ്ങളുടെ ദഹനത്തെ സഹായിക്കുകയും മലവിസർജനം എളുപ്പമാക്കുകയും ചെയ്യുന്നു. ചോളത്തിൻ്റെ മഞ്ഞ നിറം നൽകുന്ന പിഗ്മെൻറ്റ് ബീറ്റ കരോട്ടിനായി മാറുന്നതിനാൽ കൂടുതൽ പോഷകം നൽകുന്നു. വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള ചോളം ലഭിക്കുന്നു. എല്ലാ നിറത്തിലുള്ളവയും ഒന്നിനൊന്നിന് മികച്ചതാണ് എന്ന് പറയാമെങ്കിലും മഞ്ഞയാണ് മെച്ചം. മധുരക്കിഴങ്ങ് പോലുള്ള അന്നജമുള്ള പച്ചക്കറികൾ, ബ്രോക്കോളി അല്ലെങ്കിൽ ബസൽ മുള പോലെയുള്ള ഇളം പച്ചക്കറികൾ, ഇവയിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒരു ഇടത്തരം ചോളം അഥവാ അര കപ്പ് 100 കലോറി ആണ് നൽകുന്നത്. ഇത് ഫലത്തിൽ 1 ഗ്രാം കൊഴുപ്പും 2 ഗ്രാം നാരുമാണ് നൽകുന്നത്. നാരുകളും ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളാലും സമ്പന്നമായതിനാൽ മറ്റേത് ധാന്യത്തെയും പോലെ ആരോഗ്യകരമാണ് ചോളം. ചോളം പുഴുങ്ങിയോ ചുട്ടതോ സൂപ്പുകളിൽ ചേർത്തോ സാലഡുകളിൽ ചേർത്തോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസുകളിലൊക്കെ ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ടെങ്കിലും മിതമായി മാത്രമേ ഉപയോഗിക്കാവൂ. കോൺ സിറപ്പുകളോ കോൺഫ്ലവർ ഉപയോഗിച്ച് നിർമ്മിച്ച സംസ്കരിച്ച ധാന്യ പൊടികൾ അഥവാ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുത്. അവ നിങ്ങളുടെ ശരീരഭാരം കൂട്ടുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. എപ്പോഴും സ്വാഭാവികമായത് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചോളം പ്രമേഹമുള്ളവർക്കും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് രാത്രിയോ പകലിലോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളുത്ത അരിയുടെ ചോറിനേക്കാൾ ഗുണം ചോളത്തിനുണ്ട്. ഇതിൽ കൂടുതൽ റൈബോഫ്ലോവിൻ, വിറ്റാമിൻ B6, ഫൈബർ, പൊട്ടാസ്യം, കുറഞ്ഞ അളവിൽ കാർബോഹൈഡ്രേറ്റ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ചോളം ഏകദേശം തവിട്ട് അരിക്ക് തുല്യമാണ്. ചോളം 73% ജലാംശവും
27% പോഷകങ്ങളുമാണ്. അരി 68% ജലാംശവും 32% പോഷകങ്ങളും. ചോളത്തിൽ സിയാക്സാന്തിൻ, ല്യൂട്ടിൻ തുടങ്ങിയ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമാണ്. ഇത് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു. ചോളത്തിൽ ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ചോളത്തിൽ പ്രോട്ടീൻ അമ്പരപ്പിക്കുന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചോളം വിറ്റാമിനുകളും സിങ്ക്, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയും നൽകുന്നുണ്ട്. ചോളം ഗ്ലൂറ്റൻ രഹിതവും കൊഴുപ്പ് കുറഞ്ഞതുമാണ്. ഇത്തരത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണങ്ങൾ പോഷണ മൂല്യങ്ങളുള്ളതും പോഷകങ്ങൾ ലഭിക്കുന്നതോടൊപ്പം മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതുമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് ചില അറിവുകളുമായി നിങ്ങളിലേക്ക് വരും വരേക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ, ലൈക്ക്, കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ പറ്റിക്കൊള്ളട്ടെ. നന്ദി.